ആർ.എസ്. ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത് നമ്മുടെ ശരവണ സ്റ്റോഴ്സ് മുതലാളി ലെജൻഡ് ശരവണൻ അഭിനയിച്ചിട്ട് വന്ന സിനിമയാണ് ലീഡർ. മലയാളത്തിൽ പണ്ടൊരു ലീഡർ ഉണ്ടായിരുന്നു, ദീപൻ സംവിധാനം ചെയ്തിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ലെജൻഡ് എന്നൊരു സിനിമ നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും. ശരവണ മുതലാളിക്ക് നായകനാവണമെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത സിനിമയാണ്. നല്ല കാട്ടവരാതമായിരുന്നു. ഞാനതിൻ്റെ റോസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഇട്ട് വയ്ക്കാം, കണ്ടു വയ്ക്കും. അപ്പോൾ ഇത് അതിനെ വച്ച് നോക്കുമ്പം ഇത് അപരാധമായിട്ടില്ല. എന്നാൽ അത് ഒരു നല്ല സിനിമയാണെന്ന് പറയാനും പറ്റില്ല. ഇത് 2.5 മണിക്കൂർ നമുക്ക് ബോറടി ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാം. ഒരു മാസ് മസാല പടം അതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റി തോട്ടിക്കളഞ്ഞ് തലച്ചോറൊക്കെ പണയം വെച്ചിട്ട് ഇരുന്ന് കണ്ടാൽ പോലും ഒരു കാര്യം കൂടി, നായകൻ്റെ പെർഫോമൻസ് കൂടി നമുക്കെടുത്ത് കളയേണ്ടി വരും. അതും ബോദർ ചെയ്യാതെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കില്ല ഈ പടം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊരു കാട്ടവരാതമായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ല സിനിമയായിട്ടോ മസ്റ്റ് വാച്ചായിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സംവിധായകനുടെ മനുഷ്യ ഇത്രയും ഒരു നമ്മുടെ ജെയിംസ് ക്യാമറൺ പോലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇദ്ദേഹത്തെ വെച്ച് ഒരു സിനിമ ചെയ്യണം, അത് വൃത്തികേടാവാത്ത ചെയ്യാൻ മാക്സിമം അദ്ദേഹത്തിന് കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഒന്നത് കഥയും ഒരു അവിഞ്ഞ ഇത് കുറേ സലാം കാശ്മീർ, പാപ്പ, പിന്നെ മറ്റേ ടേക്ക് ഓഫ്, ഈ പടം ഉണ്ടല്ലോ തെറി, അതുപോലെ ഹിന്ദിയിലെ സ്പൈ ചിത്രങ്ങൾ, കില്ല്, ഗജനി, ഇങ്ങനെ ഒരുപാട് സിനിമകൾ വെച്ചിട്ട് ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ്. അതിനെല്ലാം കൂടി അവർ അവിയലാക്കി വെച്ചിട്ട് എങ്ങനെ ഇത് കണക്ട് ചെയ്യണമെന്ന് കഷ്ടപ്പെടുന്ന ഒരു തിരക്കഥയുള്ള ഒരു സാധനത്തിനെടുത്ത് ഇദ്ദേഹത്തിനെ പോലത്തെ ഒരു നടനെയും വെച്ചിട്ട് അയാൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ഒരു സാധനം ഉണ്ടാക്കി തിയേറ്ററിൽ എത്തിച്ച് അതിന് അയാളെ ഞാൻ സമ്മതിക്കണം. എസ്പെഷ്യലി ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ പടത്തിലെ പോലെയല്ല. ഇതിൽ അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ ട്രിക്ക് വെച്ചിട്ട് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ മൂവ്മെൻറ്റ് വേണമല്ലോ. ഈ മറിയുന്ന സമയത്ത് മഹിഷാസുരനെ വധിച്ച ദുർഗാദേവി ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫ്ലോട്ട് കാണുമല്ലോ ഇങ്ങനെ ഈ കണക്കിന് അതിൻ്റെ മൂവ്മെൻറ്റ് അത് വെച്ചിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ കഷ്ടപ്പാട് നമുക്ക് കാണാം. ഒരുപാട് സെൻറ്റിമെൻറ്റ് സീനുണ്ട്, അത്രയും നന്നായിട്ട് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഈ മാസ് മസാല പടങ്ങളിൽ നമുക്ക് അത് ഇഷ്ടപ്പെടണമെങ്കിൽ അതിൻ്റെ കഥയോ അതിൻ്റെ ലോജിക്കോ ഒരു തേങ്ങയും അതിൽ ഇടിയുണ്ടാകും, എത്ര ദൂരം പറന്നു പോകും, നായകൻ്റെ ഫിസിക്ക്, ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഒരു സ്വാഗ് എന്നൊരു സാധനം വേണം. സ്വാഗ് വെച്ചിട്ടൊക്കെയാണ് ആ നോട്ടം, ഇത് നടത്തം, അതൊക്കെ വെച്ചിട്ടൊക്കെയാണ് അത് നമുക്ക് ഹൈ കിട്ടുന്നത് ഈ പടങ്ങളിൽ. ആ സ്വാഗ് അത് ഒരാൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നമുക്ക് കാണുമ്പോൾ തോന്നണം. അതില്ലാത്ത ഒരാളെ വെച്ചിട്ട് അങ്ങനെ ഒരു സാധനത്തെ കൊണ്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? കൂടെ പാപ്പപ്പ, ഈ പാപ്പപ്പയൊക്കെ തുടക്കത്തിലേ അറിയാം ഇത് പാപ്പപ്പയാണെന്ന്. ഇത് പാപ്പപ്പ എപ്പോൾ വരും എപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോഡ് ട്വിസ്റ്റാണ്, ട്വിസ്റ്റിന്മേൽ ട്വിസ്റ്റ്. ഈ സിനിമ നമ്മുടെ ഇദ്ദേഹവും ഒരു കൊച്ചും കൂടി ഈന മീന ടീക്ക കളിച്ചുകൊണ്ട് നടക്കുകയാണ്. അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ട മെക്കാനിക്ക്, ഒരുപാട് പണി ചെയ്യും അദ്ദേഹം. മറ്റേ ഞാൻ പറയണ്ട, അതിലെല്ലാ ജോലിയും ചെയ്യും അദ്ദേഹം. അങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ വിഷയം നടക്കുന്നു. അപ്പോൾ മോളെ രക്ഷിക്കാൻ വേണ്ടി രക്ഷകനായിട്ട് അണ്ണൻ വരികയാണ്. പക്ഷേ അണ്ണൻ ഈ അണ്ണനല്ല, അണ്ണൻ വേറെ അണ്ണനാണ്, അണ്ണൻ മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോവുകയാണ്. പക്ഷേ ഉള്ളത് പറയല്ല, ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം രസത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പം, അപ്പം ഇങ്ങനത്തെ ഒരാൾ വന്നിട്ട് ഇതുപോലത്തെ പടങ്ങളിൽ ഇങ്ങനെ നായകനായിട്ട് നിൽക്കുമ്പോഴേക്കും ചില സമയത്തെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ അല്ലാത്ത ഒരാൾ ഇങ്ങനെ ചെയ്ത് കാണുമ്പോഴുള്ള ഒരു ഇഷ്ടം തോന്നുമല്ലോ. ആ സാധനം ഫസ്റ്റ് ഹാഫിൽ പലയിടത്തും ഉണ്ടായിരുന്നു. ഈ സാധനം ഇപ്പോൾ ഒരു ബോംബ് ഇങ്ങനെ പൊട്ടുന്നു, എൻ്റെ ഫ്രണ്ടിൽ ഇയാളിങ്ങനെ സ്ലോ മോഷൻ നടന്നു വരുന്നു, ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ കാണുകയാണ്. സാധാരണ മനുഷ്യൻ ഇങ്ങനെ വരുന്നുള്ളത്. അങ്ങനെ സാധനം വെച്ചിട്ട് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ ഒരു പുതുമയോ ഒന്നുമില്ല, പഴയ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ നമുക്കൊട്ടും ബോറടിക്കാതെ ഒരു സാധനം. അതിൽ കുറേ പേരുണ്ട്. ആൻഡ്രിയ ഉണ്ട്, ലാലുണ്ട്, കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്ന് നിന്നിട്ട് ഈ ഇദ്ദേഹത്തിന് ഈ ശരവണൻ്റെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ മാത്രം മറ്റാണെങ്കിൽ അവർക്ക് മാത്രം അഭിനയിച്ച് അവരുടെ പോർഷൻ മാത്രം ചെയ്തിട്ടങ്ങ് പോയാൽ മതി. ശരവണൻ കൂടി വരുമ്പം ശരവണൻ നേരെ ചെയ്യണമുണ്ടോ എന്നുള്ള കൂടി ഇവർ ശ്രദ്ധിക്കേണ്ടി വരും. ആ കൺഫ്യൂഷൻ ഇവരെ മുഖത്ത് പ്രകടമായിട്ട് കാണായിരുന്നു ഈ ടീമുകളെ. ഈ സെക്കൻഡ് ഹാഫ് വന്നിട്ട് പിന്നെ ജോർജിയയിൽ പോയിട്ട് കുറേ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ലോജിക്കില്ലാത്ത കുറേ സാധനങ്ങൾ. എന്തിന് ഈ കുറേ ട്വിസ്റ്റ് ഉണ്ടാക്കണം? ആ ട്വിസ്റ്റ് അവിടെ കയറ്റിയേ പറ്റുള്ളത് കൊണ്ട് നിർബന്ധിച്ച് കുറേ ട്വിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. ഒരു വഴിക്കിരിക്കല്ലേ, ഒരു ട്വിസ്റ്റ് ആവേണ്ടത് ഡബിൾ ട്രിപ്പിൾ ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ എന്താണെന്ന് പറയില്ല, നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കുറേ ട്വിസ്റ്റുകളൊക്കെ വെച്ചിട്ട് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ കൊണ്ട് അങ്ങ് പോയി. പക്ഷേ ഇതിൽ പ്ലസ് എന്ന് പറയാൻ 1-2 സിറ്റുവേഷൻ കോമഡികൾ ഇതിൽ രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ശ്യാമുണ്ട്. ശ്യാം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ വാരിസ് പടത്തിൽ വിജയുടെ ഇറച്ചിച്ചാട്ടന്മാരിൽ 2ാമത്തെ ഇറച്ചിച്ചാട്ടൻ, അതാണ് ശ്യാം. അപ്പോൾ ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹം വന്നിട്ട് കുറച്ച് ഒരു സാധനം ഫോൺ എടുത്തിട്ട്
ഞാനൊരു മീറ്റിങ്ങിലിരിക്കുകയാണ്, ഞാൻ ഉമ്മെന്ന് മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള പോലീസുകാരന് ഫോൺ കൊടുത്തിട്ട് ഉമ്മെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയുന്നത്, ഭാര്യയുടെ ശല്യം സഹിക്കുക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, നൈസ് സാധനങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സിറ്റുവേഷൻ കോമഡികൾ വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, ബാക്കി സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈൻ ഗിബ്രാനാണ് ചെയ്തിരിക്കുന്നത്. കിണ്ണം വർക്ക്. ഇപ്പോൾ എന്ത് സാധനമാണെങ്കിലും ഒരു വൻ പരിപാടിയുടെ ഇടയിൽ ഒരാൾ നടന്നു വരുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സാധനം ഫീൽ ചെയ്യുമല്ലോ, അത് പലയിടങ്ങളിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എൻ്റെ മ്യൂസിക് മിക്കത് മറ്റേ അനിമലിൻ്റെ ടട്ട 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 അതുപോലത്തെ സാധനമാണ്, പക്ഷേ കേൾക്കാൻ നല്ല രസമായിരുന്നത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമോട്ടോഗ്രഫി, ടെക്നിക്കൽ സൈഡ് കിണ്ണൻ, വെങ്കടേഷ് എസ്, പ്രദീപ് ഇ രാഘവ് എഡിറ്റർ ഒക്കെ നല്ല പരിപാടി. പക്ഷേ ഇതാണ് പ്രശ്നം, ഒരു അവിഞ്ഞ തിരക്കഥയുമായിപ്പോയി, നായകനും ഇങ്ങനെയായിപ്പോയി. അതാണ് ഈ സിനിമയുടെ പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ സന്തോഷ് പ്രതാപാണ് ഒരു വില്ലനായിട്ടുള്ളത്. പുള്ളി എന്തൊക്കെയോ ടിപ്പിക്കൽ ഒരു വില്ലൻ്റെ ഒരു കഥാപാത്രം. പായൽ രാജ്പുത്ത് ആണ് മറ്റൊരു നടിയായിട്ട് വന്നിട്ടുള്ളത്. കാണാൻ നല്ല രസമായിരുന്നു. അമൃത അയ്യർ, വി ടി വി ഗണേശിനെ പോലെ ഒരു വെർസറ്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ സിനിമയിലും എന്ത് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലാണ്, അത് എന്ത് ഡയലോഗ് ഡെലിവറിയിലാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും എന്തൊരു വ്യത്യസ്തതയാണ് അദ്ദേഹം. സമ്മതിക്കണം, അടുത്തൊരു ഓസ്കാർ കൊടുത്തിരുത്തേണ്ട. ഇവിടെ ഒരു ധാരണയുണ്ട് പൊതുവിലെ, ഇപ്പം നായകൻ ഹൂ കെയേഴ്സ് എന്നൊരു ക്യാരക്ടറും കൊടുത്തു കഴിഞ്ഞാൽ അഭിനയിക്കാറുണ്ടാത്തവരെ പിടിച്ചങ്ങ് അഭിനയിപ്പിക്കുക എന്നുള്ളൊരു സാധനം. എന്ന് പറഞ്ഞാൽ നിൻ്റെ ഭാര്യ അവിടെ വെടികൊണ്ട് മരിക്കുകയാണ്, നിൻ്റെ ഭാര്യ പ്രസവിച്ചു, ഇങ്ങനെ കാണിച്ചാൽ മതി. അതായത് ഇപ്പം മറ്റേ ഡോക്ടറിലെ ശിവകാർത്തികേയനെ പോലെയോ ബീസ്റ്റിലെ വിജയെ പോലെയൊക്കെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അപ്പം എക്സ്പ്രഷൻ മുഖത്ത് വരുത്തണ്ട, ഇങ്ങനെ ചുമ്മാ നിന്നാൽ മതി. അതുപോലത്തെ ഒരു റോള് ശരവണൻ കൊടുത്തു കഴിഞ്ഞാൽ അഭിനയിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു കഷ്ടപ്പാടാണ് ഇത്. അതിനൊക്കെ അങ്ങനെയൊക്കെ വരുമെങ്കിൽ സിനിമയുടെ ജോൺറയും മാറും, ഡാർക്ക് ഹ്യൂമറൊക്കെ ആവും. അങ്ങനെ ആ ഹൂ കെയേഴ്സ് എന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. അല്ലാതെ ഒരു മാസ് മസാല പടത്തിൽ ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അഭിനയിക്കാറുണ്ടാത്ത ഒരാൾ നിൽക്കുകയാണെന്ന് തന്നെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇയാളെ കാണാൻ ഒത്തിരി ലുക്കായിട്ടുണ്ട്. മറ്റേതുപോലെ പ്ലാസ്റ്റിക് ഒരു ചിട്ട് റോബോട്ടിനെ കൊണ്ട് നിർത്തിയ പോലത്തെ ഒരു ഫീൽ വരുന്നില്ല. ചിലയിടങ്ങളിലൊക്കെ ഒന്ന് അളിയനെ കൊണ്ട് അഭിനയിപ്പിക്കാനൊക്കെ ഇദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കില്ല. കുറേ ട്വിസ്റ്റും ടേണുകളും. ഇപ്പോൾ ഒരാൾ വിചാരിക്കുന്നത് ഞാനാണ് അവനെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ ശരിക്കും അവനായിരുന്നു അവനെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ ഇവർ രണ്ടുമില്ല, വേറൊരാളാണ് അവനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ടും കുഴഞ്ഞു മറിഞ്ഞ് ഒക്കെ കാണിച്ച്, സ്ഥിരം ടെംപ്ലേറ്റ് സാധനമാണ്, പക്ഷേ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കാണിക്കാനുള്ള ഒരു പരിപാടികൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കാണിച്ചിട്ട് ലാസ്റ്റ് ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യണം, അവർക്ക് നേരെ അങ്ങ് ചെയ്താൽ പോരായിരുന്നൊക്കെ നമുക്ക് ആലോചിച്ച് പോകുന്ന രീതിയിൽ ലോജിക്കലി ഒട്ടും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു ടിപ്പിക്കൽ മാസ് മസാല പടം പ്ലസ് അഭിനയിക്കാൻ അറിയാത്ത ഒരു നായകനും. അതാണ് നമ്മുടെ ലീഡർ. എന്തരാ വരട്ടെ.